എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ശുശ്രൂഷ വഴി നിങ്ങളെ കാണുവാനും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും നൽകപ്പെടുന്ന ഈ അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദി പറഞ്ഞ് മഹത്വം കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈസ്റ്റർ കഴിഞ്ഞു. ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുടെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ സെലിബ്രേഷനാണ് നമ്മൾ അനുഭവിച്ചത്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ജനകോടികൾ ലോകമെമ്പാടും പ്രാർത്ഥിച്ച കൃപയുടെ ദിനങ്ങളായിരുന്നു അത്. പെസഹായും ദുഃഖവെള്ളിയും കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളെല്ലാം നമ്മൾ ഏറ്റവും ഒരുക്കത്തോടെ ആചരിക്കുകയും അതിലൂടെ നമ്മിലേക്ക് പകരപ്പെട്ട കൃപകൾ സ്വീകരിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, നമ്മെല്ലാവരും ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ആത്മീയ വഴികളെ കുറിച്ചാണ്. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമല്ല, ഇന്ന് അനേക കുടുംബങ്ങൾ പ്രതിസന്ധിയിലും അസ്വസ്ഥതയിലും കലഹത്തിലും തകർച്ചയിലുമാണ്. എന്തുമാത്രം ഡിവോഴ്സുകളാണ് ഓരോ ദിവസവും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ വളരുവാനും നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാനുമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 127 സങ്കീർത്തനം 1 വചനത്തിൽ സങ്കീർത്തന വചനം പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഭവനം പണിയേണ്ടത് നമ്മൾ ഓരോരുത്തരല്ല. നമ്മുടെ കുടുംബം പണിയപ്പെടേണ്ടത് ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുടെ മേലല്ല, നമ്മുടെ സമ്പത്തിൻ്റെ മേലോ സൗന്ദര്യത്തിൻ്റെ മേലോ നമ്മുടെ പ്രൊഫഷന്റെ മേലല്ല നമ്മുടെ കുടുംബങ്ങൾ ബിൽഡ് ചെയ്യപ്പെടേണ്ടത്. കർത്താവായിരിക്കണം നമ്മുടെ കുടുംബങ്ങളെ പണിയേണ്ടത്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രയത്നങ്ങളെല്ലാം ശൂന്യമാണെന്ന് സങ്കീർത്തന വചനം നമ്മളെ പഠിപ്പിക്കുക. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണിത്. നമ്മളിത് ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബങ്ങൾ ആരാണ് പണിയുന്നത്? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ ദൈവമായ കർത്താവാണോ പണിയുന്നത്, അതോ പിശാചാണോ പണിയുന്നത്, അതോ നമ്മൾ തന്നെയാണോ നമ്മുടെ കുടുംബങ്ങളെ പണിയുന്നതെന്ന് ദൈവവചനത്തിന്റെ മുൻപിലിരുന്ന് എൻ്റെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അസ്വസ്ഥതയിലും തകർച്ചയിലും കണ്ണുനീരിലും കലഹത്തിലും മാത്സര്യത്തിൽ അനാവശ്യമായി ഈഗോ, നീയാണ് വലുത് ഞാനാ വലുത്, നിന്റെ അപ്പൻ എൻ്റെ അപ്പൻ, നിന്റെ അമ്മ എൻ്റെ അമ്മ, നിന്റെ ജോലി എൻ്റെ ജോലി, നിന്റെ സാലറി എൻ്റെ സാലറി, നിന്റെ മക്കൾ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് എന്തൊരു ബഹളമാണ് ഒരുപാട് കുടുംബങ്ങളിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണോ കർത്താവ് ആഗ്രഹിക്കുന്ന കുടുംബം? ഒരിക്കലുമല്ല. ദൈവം അധിവസിക്കുന്ന, ദൈവത്താൽ പണിയപ്പെടുന്ന കുടുംബങ്ങൾ, അവിടെ പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്. എന്നാൽ അതിന് നടുവിലും ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുണ്ട്, ആനന്ദത്തിന്റെ നിറവുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, ദൈവവചനത്തിന്റെ സമൃദ്ധിയുണ്ട്, പരിശുദ്ധ കുർബാനയുടെ അനുഭവമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കൃപയിൽ നമ്മുടെ കുടുംബങ്ങൾ വളരുവാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത് ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ മൂലമല്ല, നമ്മുടെ കരങ്ങളല്ല നമ്മുടെ കുടുംബങ്ങളെ പണിയേണ്ടത്. കുടുംബം എന്ന് പറയുമ്പോൾ കോൺക്രീറ്റോ സിമെന്റോ കമ്പിയോ മെറ്റലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള മനോഹരമായ ഫർണിച്ചറുകളോ ഇന്റീരിയർ ഡിസൈനുകളോ സുന്ദരമായ കർട്ടനുകളോ അല്ല നമ്മുടെ കുടുംബത്തെ സൗന്ദര്യമാക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെ കുടുംബമാക്കി മാറ്റുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ദൈവ സാന്നിധ്യമാണ്. പ്രസൻസ് ഓഫ് ഗോഡ്, കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യമാണ് പ്രിയ ദൈവത്തിന്റെ പൈതലേ നിന്റെ കുടുംബത്തെ കുടുംബമാക്കി മാറ്റുന്നത്. കർത്താവിന്റെ പ്രസൻസ് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലെങ്കിൽ
അതിന് പറയുന്ന പേരാണ് നരകം. നരകത്തെ നരകമാക്കുന്നത് നമുക്കറിയാം, ചാകാത്ത പുഴുവോ കെടാത്ത തീയോ മറ്റൊന്നുമല്ല. നരകത്തെ നരകമാക്കുന്നത് കർത്താവിൻ്റെ അസാന്നിധ്യമാണ്. നരകത്തിൽ ഈശോ ഇല്ല. നരകത്തിലേക്ക് ഈശോ വന്നാൽ നരകം സ്വർഗമാകും, സ്വർഗത്തിൽ ഈശോ പോയാൽ സ്വർഗം നരകമാകും. അപ്പോൾ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ഇല്ലെങ്കിൽ വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ കുടുംബം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നാശത്തിലേക്കും തകർച്ചയിലേക്കും കൊടിയ ദുരിതത്തിൽ അകപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം ഞാനും നിങ്ങളും പരിശോധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവുണ്ടോ? കർത്താവിന്റെ ഈ സത്യവചനത്തിന്, ഇത് ജീവനുള്ള വചനമാണ്, ഇത് കൃപയുടെ വചനമാണ്. ഈ വചനത്തിന് നമ്മുടെ കുടുംബങ്ങളിൽ എന്തുമാത്രം സ്ഥാനമുണ്ട്? നമ്മൾ എന്തുമാത്രം കുടുംബമായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മുടെ കർത്താവിന്റെ രക്തശരീരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്? പരിശുദ്ധ കുദാശകൾ അധിഷ്ഠിതമായി നമ്മുടെ കുടുംബങ്ങൾ എന്തുമാത്രം കൃപയിൽ വളരുന്നുണ്ടെന്ന് ചിന്തിക്കാനുള്ള സമയമാണ് ഈശോ നമുക്ക് ഈ സമയം തന്നിരിക്കുന്നത്. ബൈബിളിൽ അനേകം കുടുംബങ്ങൾ നമുക്ക് കാണാം. നോഹയുടെ കുടുംബം, അബ്രഹാമിന്റെ കുടുംബം, മോശ പ്രവാചകന്റെ കുടുംബം, എൽക്കാന ഹന്ന ദമ്പതികളുടെ കുടുംബം, ബോവാസ് റൂത്ത് ദമ്പതികളുടെ കുടുംബം, സക്രി എലിസബത്ത് ദമ്പതികളുടെ കുടുംബം. ഇങ്ങനെ ഒത്തിരിയേറെ കുടുംബങ്ങൾ നമുക്ക് പരിശുദ്ധ വചനത്തിൽ കാണുവാൻ പറ്റും. എന്നാൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചിരിക്കണം, ഇന്നൊരു പ്രധാന കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് സക്രിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബമാണ്. കർത്താവ് വസിക്കുന്ന, കർത്താവ് വാഴുന്ന, ദൈവമായ കർത്താവിനാൽ പണിതുയർത്തപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ സവിശേഷത ഈ കുടുംബത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ സവിശേഷത, ദൈവ വചനത്താൽ അടിസ്ഥാനമിട്ട കുടുംബമായിരുന്നു ഈ സക്രിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം. ശിലുക്കാട് സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വചനം. അവിടെ പരിശുദ്ധ വചനം പറയാണ്, അവർ കർത്താവിന്റെ കൽപ്പനകൾ കുറ്റമറ്റതും അനുസരിക്കുന്നവരും അവിടുത്തെ പ്രമാണങ്ങളും ചട്ടങ്ങളും അവർ സ്വന്തമാക്കിയവരായിരുന്നു. ദൈവവചനത്താൽ നയിക്കപ്പെട്ട കുടുംബമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന് എന്തുമാത്രം സ്ഥാനമുണ്ട്. ഇത് അലങ്കരിച്ച് മനോഹരമായ ഒരു സ്ഥലത്ത് പരിശുദ്ധ ബൈബിള് അലങ്കരിച്ച് വെക്കാനുള്ളതാണോ നമ്മുടെ കുടുംബങ്ങളിൽ വചനത്തിനുള്ള സ്ഥാനം? അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് നമ്മൾ വചനം വായിക്കാറുണ്ടോ? വചനം പങ്കുവെക്കാറുണ്ടോ? ദൈവത്തിന്റെ വചനമാണോ നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. 119-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് എൻ്റെ കർത്താവിൻ്റെ വചനങ്ങളായിരുന്നു എൻ്റെ ആനന്ദം. ഹല്ലേലൂയ! എത്ര ശക്തമായ വചനമാണിത്. നമ്മൾ ഈ ഭൂമിയിൽ തീർത്ഥാടകരാണ്, നമ്മളിവിടെ അന്യരാണ്, പരദേശികളാണ്. നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കും വന്നവരാണോ? ആണോ സഹോദര? ആണോ സഹോദരി? നമ്മളെല്ലാം ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകേണ്ടവരാണ്. നമ്മുടെ ശാശ്വതമായ ഭവനം കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സങ്കീർത്തകൻ പറയാണ്, ഞാനിവിടെ ഒരു തീർത്ഥാടകനാണ്. ഈ തീർത്ഥാടകനായ ഞാൻ പാർക്കുന്ന എൻ്റെ ഭവനത്തിൽ ഈ ലോകത്തിന്റെ സുഖങ്ങളല്ല എൻ്റെ ആനന്ദം. ഈ ലോകം തരുന്ന പ്ലഷേഴ്സ് അല്ല, ഈ ലോകം തരുന്ന ഭോഗേച്ഛകളല്ല, ഈ ലോകത്തിന് നൈമിഷികമായ സന്തോഷങ്ങളും ആർഭാടങ്ങളുമല്ല ഒരു ദൈവ പൈതലിന്റെ ആനന്ദം. സങ്കീർത്തകൻ പറയാണ്, മറിച്ച് കർത്താവിന്റെ വചനമാണ് എൻ്റെ ആനന്ദം. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ജീവനുള്ള വചനം, ദൈവത്തിന്റെ വചനം. അപ്പൊ നമ്മുടെ കുടുംബങ്ങൾ ആനന്ദം കണ്ടെത്തേണ്ടത് കോമഡി ഷോയിലല്ല, റിയാലിറ്റി ഷോയിലല്ല. നമ്മുടെ കുടുംബങ്ങൾ ആനന്ദം കണ്ടെത്തേണ്ടത് ഈ ലോകത്തിലെ വെറിക്കൂത്തുകളിലല്ല, മറിച്ച് ജീവനുള്ള കർത്താവിന്റെ വചനത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ആനന്ദം അവിടെ അടിസ്ഥാനം ഇടണം. ഈശോ പറഞ്ഞില്ലേ, പാറമേൽ ഭവനം പണിത് അത് കെട്ടിപ്പൊക്കുന്നവൻ അവൻ അനുഗ്രഹീതനാണ്. ആ ഭവനത്തിന്മേൽ വെള്ളപ്പൊക്കം മാഞ്ഞടിച്ചു, ആ ഭവനത്തിന്മേൽ കൊടുങ്കാറ്റ് വീശി, ആ ഭവനത്തിന്മേൽ പെരുമഴ പേമാരി പെയ്തിറങ്ങി, എന്നാൽ ആ ഭവനത്തിന് കുലുക്കം തട്ടിയില്ല. കാരണം അത് പണിയപ്പെട്ടത് പാറമേലായിരുന്നു. ഏതാണ് ഈ പാറ?
കർത്താവാണ് ഈ പാറ. നിയമാവർത്തന പുസ്തകം പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് പാറയാകുന്നു. പറഞ്ഞേ, കർത്താവ് പാറയാകുന്നു. എല്ലാവരും ആ വചനം നെറ്റ് പറഞ്ഞേ, കർത്താവ് പാറയാകുന്നു. അപ്പൊ പാറമേൽ അടിസ്ഥാന വീട് എന്ന് പറയുമ്പോൾ എന്തർത്ഥമാക്കുന്നത്? കർത്താവാണ് നമ്മുടെ കുടുംബത്തിന്റെ ഫൗണ്ടേഷൻ. കർത്താവിന്റെ ഈ ജീവനുള്ള വചനമാണ് നമ്മുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെട്ടത് നമ്മുടെ സൗന്ദര്യത്തിന് മുകളിലല്ല, നമ്മുടെ പണത്തിന്റെ മുകളിലല്ല. ചിലരുണ്ട് കല്യാണം കഴിക്കുന്നത് പണം കണ്ടുകൊണ്ട് കഴിക്കുന്നവർ, അല്ലെങ്കിൽ സൗന്ദര്യം കണ്ടുകൊണ്ട് കല്യാണം. അതാണ് കുടുംബജീവിതം. സൗന്ദര്യം കണ്ടുകൊണ്ടാണോ, സൗന്ദര്യത്തിന് മുകളിലാണോ നിന്റെ കുടുംബം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്? പണത്തിന് മുകളിലാണോ നിന്റെ കുടുംബത്തെ നീ ബിൽഡ് ചെയ്യുന്നത്? അതോ ഈ ലോകം തരുന്ന പ്രൊഫഷൻ, നല്ല ജോലിയാണ്, നല്ല ബിസിനസ്സാണ്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ നമുക്കൊന്ന് ആലോചിക്കാം. ഇതൊക്കെ മാനുഷിക ചിന്തയൊക്കെ വേണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ അടിസ്ഥാനം പ്രൊഫഷനോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമോ മറ്റൊന്നുമാകരുത്. നമ്മുടെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമായിരിക്കണം. മനസ്സിലാകുന്ന ദൈവമക്കൾ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്. ജീവനുള്ള വചനം. ഈ വചനത്തിന് മുകളിലാണ് ഭാര്യ ഭർത്താക്കന്മാരെ, മാതാപിതാക്കള്, മക്കള്, സഹോദരി സഹോദര ബന്ധങ്ങൾ അത് പണിതുയർത്തപ്പെടേണ്ടത് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന്മേലാണ്. അപ്രകാരമുള്ള കുടുംബങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും. ആ സഹനങ്ങളിൽ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കും. ആ ദുരിതങ്ങളിലും സങ്കടങ്ങളിലെല്ലാം കർത്താവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ഇന്ന് പല കുടുംബങ്ങൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. എൻ്റെ സഹോദരങ്ങൾ, അതിനൊക്കെ കാരണം പ്രത്യാശയില്ല, ഒരു വചനം അനുഭവിക്കുന്നില്ല, കർത്താവിനെ കണ്ടുമുട്ടുന്നില്ല. സക്രിയ എലിസബത്ത് ദമ്പതികളുടെ ആ കുടുംബത്തിന് ഒന്നാമത്തെ സവിശേഷത ദൈവവചനത്താൽ പണിയപ്പെട്ട കുടുംബമായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ പണിയപ്പെട്ട. എല്ലാ ദിവസവും നിങ്ങൾ വേർഡ് ഓഫ് ഗോഡ് വായിക്കണം, വചനം വായിക്കണം. എൻ്റെ അപ്പന്മാരെ, ഞാനും ഒരു അപ്പനാണ്. നമ്മളൊക്കെ വേർഡ് ഓഫ് ഗോഡ്, വചനം ഭക്ഷിക്കണം, വചനത്തിന് വേരൂന്നണം. കുടുംബനാഥകൾ, അമ്മമാർ നന്നായി വചനം വായിക്കണം. ഭാര്യഭർത്താക്കന്മാർ ഒന്നിച്ച് വചനം വായിച്ചു വേണം നിങ്ങൾ വിശ്രമിക്കാൻ, കിടന്നുറങ്ങാനായിട്ട്. നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് മക്കൾ വചനം വായിക്കണം, വചനം ഭക്ഷിക്കണം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ ദൈവവചനത്തിന്റെ കുടുംബമാകണം. രണ്ടാമത്തെ സവിശേഷത നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ആ കുടുംബം നശിച്ചു പോയില്ല? അവിടെ മസിൽ പവർ കൊണ്ടല്ല, ആ കുടുംബത്തിൽ കർത്താവിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആ കുടുംബം ദൈവവചനമാകുന്ന പാറമേലാണ് അത് പണിതുയർത്തപ്പെടുക, അല്ലാതെ മണൽപ്പുറത്തല്ല. നമുക്കറിയാം, മണൽപ്പുറത്ത് ഒരു വ്യക്തി ഭവനം പണിതാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ചെറിയ ചാറ്റൽ മഴ വരുമ്പോഴേക്കും അതിന്റെ ഫൗണ്ടേഷൻ ദുർബലമാണ്, ആ കുടുംബം നിലനിൽക്കില്ല. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ തകരുന്നതിന്റെ കാരണം ഫൗണ്ടേഷൻ ശരിയല്ല. ഫൗണ്ടേഷൻ കർത്താവല്ല, കർത്താവിന്റെ വചനമല്ല. ആ ഫൗണ്ടേഷൻ അതായിരിക്കണം. രണ്ടാമത്തെ പ്രത്യേകത, പ്രതിസന്ധികളെ അതിജീവിച്ച കുടുംബമായിരുന്നു അവർ. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിൽ ചിലരുടെ ധാരണയുണ്ട്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളും അങ്ങ് മാറി. അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ ജീവിച്ച പിന്നെ സഹനങ്ങളില്ല, ദുഃഖങ്ങളില്ല, നൊമ്പരങ്ങളില്ലാത്ത, ഒരു അല്ലിലും അലച്ചിലും ഇല്ലാത്ത, ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഫെസിലിറ്റി പോലെ ഭയങ്കര സുഭിക്ഷമായ ജീവിതമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇല്ല സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്. ഇതാദ്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, ഇത് തിരിച്ചറിയണം. നിങ്ങൾ സഹനമുണ്ട്, കണ്ണുനീരുണ്ട്, കഷ്ടതകളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്, ക്ലേശങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഈ കുടുംബത്തിന് പ്രതിസന്ധി എന്തായിരുന്നു? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ 7-ാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയും, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. രണ്ടാമത് പറയാം, എലിസബത്ത് വന്ധ്യയായിരുന്നു. മൂന്നാമത് പറയാണ്, ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ കുടുംബത്തിന് പ്രതിസന്ധി എന്താ? മക്കളില്ല. അവർക്ക് മക്കളില്ലാത്തവർക്കാണ് അതിൻ്റെ നൊമ്പരം മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത പ്രശ്നം എന്താണ്? എലിസബത്ത് വന്ധ്യയാണ്. മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു കുഞ്ഞുണ്ടാവില്ല, അവളുടെ ഉദരം വന്ധ്യമാണ്. ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ള ആ ഗർഭധാരണ ശേഷി അവളുടെ ഗർഭപാത്രത്തിനില്ല, അവൾ വന്ധ്യയായിരുന്നു. മൂന്നാമത്തെ പ്രശ്നം എന്താ?
ഇരുവരും പ്രായം കവിഞ്ഞവരാ. ഏകദേശം ഒരു 80 വയസ്സെങ്കിലും സക്രിയയ്ക്ക് ആയിട്ടുണ്ട്. ഒരു 70-75 വയസ്സെങ്കിലും എലിസബത്തിനായിട്ടുണ്ട്. നാട്ടു നടപ്പനുസരിച്ച് ഒരു കുഞ്ഞുണ്ടാകേണ്ട എല്ലാ സാധ്യതയും അവസാനിച്ച് അസാധ്യതയാണ് മുൻപില്. ആ പ്രശ്നമായിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി അവർ അതിജീവിക്കുകയാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്ന പേരൻസ് ഉണ്ട്. നമ്മുടെ കുടുംബം ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ അസ്വസ്ഥയുള്ളവരെ, നമ്മുടെ അനാവശ്യമായ ഈഗോ ഒന്ന് ചെറുതാകാൻ പറ്റുന്നില്ല. ഒരു സോറി ചോദിച്ചാൽ തീരുന്ന വിഷയമാണ് ഇന്ന് സുപ്രീം കോടതി വരെ പോണത്. മനസ്സിലാക്കണം സഹോദരങ്ങളെ, എന്തുമാത്രം കുടുംബങ്ങൾ ഇന്ന് തകർച്ചയിലും നാശത്തിലുമാണ്. നിസ്സാര കാര്യങ്ങളെ പ്രതി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി എന്താണെന്നറിയോ? എന്താണ് നമ്മുടെ മക്കളുടെ ഇൻസെക്യൂരിറ്റി? എന്താ? നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുക, നമ്മുടെ മക്കളുടെ ഇൻസെക്യൂരിറ്റി എന്താണ്? അവരുടെ ദുഃഖം എന്താണ്? അവരുടെ ദുഃഖം അവർക്ക് ജോലി ഇല്ലാത്തതല്ല, അത് ദുഃഖമാണ്. അവരുടെ ദുഃഖം അവർക്ക് ചിലപ്പോൾ പണത്തിന്റെ ആ വരുമാന കുറവുകളാണോ? അതാണ് അവരുടെ ദുഃഖം. അവർക്ക് സൗന്ദര്യക്കുറവാണ് അവരുടെ ദുഃഖം. അല്ല സഹോദരങ്ങളെ, ഒരു അപ്പൻ അമ്മ എന്ന നിലയിൽ നമ്മുടെ സ്നേഹം മക്കള് കാണുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മക്കളിൽ നിന്ന് അനുഭവിക്കുന്ന വലിയ സങ്കടം എന്താണെന്നറിയോ? എൻ്റെ അപ്പനും അമ്മയും സ്നേഹിച്ച്, അവർ ആനന്ദിച്ച്, അവർ പങ്കുവെച്ച് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മക്കൾ കാണുന്നില്ല. അതാണ് നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ സങ്കടം. നിങ്ങൾ അറിയാതെ പോവരുത്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ പല യങ്സ്റ്റേഴ്സുമായി സംസാരിച്ചു. പല വിവാഹം കഴിക്കേണ്ടെന്ന് പറയുന്നത് ഞാൻ അവരുമായിട്ട് പലപ്പോഴും ഡിസ്കസ് ചെയ്ത് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറയും, ഞങ്ങളുടെ പേരൻസ് അവര് സ്നേഹിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. അവര് പരസ്പരം പങ്കുവെച്ച് അവർ ഒന്നിച്ചൊരു ആനന്ദത്തോടെ അവര് കൃപയിൽ അവര് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് പിന്നെ എന്തിനാണത്? അവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. അവർ ഒരുപാട് നൊമ്പരപ്പെടുന്നുണ്ട് സഹോദരങ്ങളെ, ഒത്തിരി മക്കൾ. അതുകൊണ്ട് നമുക്ക് ഈ അനാവശ്യ ഈഗോ വേണ്ട. നമ്മളൊന്ന് ചെറുതാകാൻ പഠിക്കുന്നു. ഭാര്യയുടെ മുൻപിൽ നെടിമപ്പെട്ടത് കൊണ്ട് എൻ്റെ സഹോദരന്മാരെ നമുക്ക് വല്ല നഷ്ടം വരും. നമ്മൾ ടോംബോയ് കോംപ്ലക്സ് വരട്ടെ നമുക്ക്, ഞാൻ പുരുഷനാണ്, ഞാനാണ് തല, ഞാനാണ് ശിരസ് എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് തുടങ്ങാണ്. പിന്നെ എൻ്റെ സഹോദരങ്ങൾ, അനാവശ്യ ഈഗോ നമുക്ക് ആർക്കും വേണ്ട. എൻ്റെ സഹോദരിമാരെ, ഭർത്താവിൻ്റെ മുൻപിൽ നെളിമപ്പെട്ട് സോറി ചേട്ടാ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് താഴ്മയോടെ പറഞ്ഞാൽ, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നഷ്ടപ്പെടൽ മാത്രമല്ല, നിങ്ങൾക്ക് വലിയൊരു വീണ്ടെടുപ്പിന് അനുഭവമാണ് ഉണ്ടാകുന്നത്. പരസ്പരം ചെറുതാകണം. എത്ര കുടുംബങ്ങളിൽ അത് ഈഗോയുടെ പേരിൽ നമ്മൾ അടിയാണ്. നമ്മുടെ മേജനാട് സീറോ മലബാർ സഭയുടെ മേജനാർച്ച് ബിഷപ്പായ തട്ടിൽ പിതാവ് പറയുന്നൊരു ഭാഷയുണ്ട് പലപ്പോഴും. ഞാൻ ഇത് കുടുംബമായത് നിങ്ങൾ പങ്കുവയ്ക്കുക. പല കുടുംബങ്ങളിൽ എന്താ, ഭാര്യ ഭർത്താക്കന്മാര് 2 മുറിയിലാണ് കിടക്കുന്നത്. പിതാവ് പറയാറുണ്ട്, ഒരു സരസമായ ഭാഷയിൽ പിതാവ് പറയും, ഇന്ത്യയും പാകിസ്ഥാനും പോലെ. അത് ലിറ്ററലി ശരിയാണ്. പള്ളിയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവർ ഭാര്യമാർ ഒരുമിച്ച് വളരെ സന്തോഷിച്ച് ഭംഗിയായിട്ട് പോവുകയാണ്. ആൾക്കാരെ കാണിക്കാനാണത്. എന്നാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴല്ലോ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. 2 പേര് 2 മുറി. എന്തൊരു ജീവിതമാണ് ഈ പറയുന്നത്. കാരണം എന്താ? അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല പല കാരണങ്ങളുണ്ടാകാം. എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കർത്താവിനെ വിളിക്കണം. നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിക്കണം. കർത്താവിനെ കൂടെ നിർത്തണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിനെ കൂടെ നിർത്ത്. നമ്മൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളില്, കണ്ണുനീരുകളിൽ, കഷ്ടപ്പാടുകളില്, ഇവിടെ നിങ്ങൾ നോക്കി, മക്കളില്ലാത്തൊരു കുടുംബം, ഇരുവരും പ്രായം കവിഞ്ഞു, വൃദ്ധരായവര്. നിങ്ങൾ ചിന്തിക്കണം, എല്ലാ സാധ്യതകളും അവസാനിച്ചു പോയി. പക്ഷെ അവർ കർത്താവിനെ ആശ്രയിക്കുകയാണ്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. കർത്താവിനെ ആശ്രയിക്കുകയാണ്, കർത്താവിനെ മുറുകെ പിടിക്കുകയാണ്, കർത്താവിനെ കൂടെ നിർത്തുകയാണ്. അവിടെയാണ് അത്ഭുതകരമായ പ്രവൃത്തി അവർക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിനെ വിളിക്കണം. നിങ്ങൾ 125 സങ്കീർത്തനം 1-2 പറയുന്നില്ലേ? എന്താ പറയുന്നത്? പർവ്വതങ്ങൾ ജെറുസലേമിന് ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ഇന്നും എന്നേക്കും തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് വലയം ചെയ്യുന്നു. ഹല്ലേലൂയ! എത്ര പവർഫുൾ ആയ ഈ ഒരു പ്രോമിസ് നിങ്ങൾ വിശ്വസിക്കുക. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കർത്താവിന് കഴിയും. കർത്താവിനെ ഏൽപ്പിച്ച് നിങ്ങൾ ഒരുമിച്ച് മുട്ടുകുത്ത്. കർത്താവിനെ ട്രസ്റ്റ് ചെയ്യേ. കർത്താവിന്റെ തിരുമുഖത്തേക്ക് പരസ്പരം കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു, നീ കാരണമാണ്, ആ കാരണമാണ്, എന്തൊക്കെ ന്യായീകരണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, എന്തൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ചീത്ത വാക്ക്, തെറി വാക്ക്, കള്ളുകുടി, അതുപോലെ വിവാഹേതര ബന്ധങ്ങൾ എന്ന് വേണ്ട നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് മലിനപ്പെട്ട് പ്രതിസന്ധിയിലാണ് സഹോദരങ്ങളെ.
എനിക്ക് ഒരുപാട് എന്നെ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ പെട്ടെന്ന് പങ്കുവെച്ച് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വേഗത്തിൽ വരികയാണ്. എൽക്കാന ഹന്ന ദമ്പതിമാരെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്ക് മക്കളില്ലായിരുന്നു. ഹന്ന എപ്പോഴും ഇരുന്ന് കരയുകയാണ്. ഒരു ദിവസം എൽക്കാന വരുമ്പോൾ അവരിത് കരയാണ്. നമുക്കറിയാം, കരയുന്നൊരു ഭാര്യയുടെ മുഖം ഒരു ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. പലപ്പോഴും അത് പറഞ്ഞ അനേകം കുടുംബങ്ങളിൽ ബഹളം ഉണ്ടാവാറ്. നിന്റെ കരച്ചിലാണെടി, നിന്റെ മുഖമാണ്, നിന്റെ ഈ സ്വഭാവമാണ് ഈ കുടുംബത്തിന്റെ നാശത്തിന്റെ കാരണം. നീ എൻ്റെ ജീവിതത്തിൽ വന്നത് മുതൽ നിനക്ക് എന്നൊരു സന്തോഷം, നീ എപ്പോഴും ഇങ്ങനെയാണെന്നും പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാതെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ എൽക്കാന ചെയ്തൊരു കാര്യം എന്താണെന്നറിയൂ? അല്ല, നീ എന്തിനാ കരയുന്നത്? തൻ്റെ ഭാര്യയുടെ വികാരങ്ങൾ, ആ ഇമോഷൻസ് നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന നിങ്ങൾ തൻ്റെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു അനോയിന്റിങ് നമുക്കുണ്ടാവുന്ന സഹോദരങ്ങളെ. തൻ്റെ ഭാര്യയുടെ വികാരങ്ങൾ, അവളുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കിയൊരു ഭർത്താവ് അവൾ ചോദിക്കും, എന്താ നിന്റെ കുഴപ്പം? നീ എന്തിനാ കരയുന്നത്? ഉടനെ കണ്ണ പറയല്ലേ, ഇത്രയും വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഒരു മകനെങ്കിലും ഒരു മകളെയെങ്കിലും അങ്ങേക്ക് വേണ്ടി നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് പറഞ്ഞാണ് വേദനിക്കുന്നത്. ഈ സമയത്ത് ഭർത്താവ് എൽക്കാന തൻ്റെ ഭാര്യ ഹന്നയെ ചേർത്ത് പിടിച്ച് പറയുന്ന ഒരു മനോഹരമായൊരു വചനമുണ്ട്. ഹന്ന, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ? ഞാൻ നിനക്കുള്ളപ്പോൾ നീ എന്തിനാണ് കരയുന്നത്? ഒരൊറ്റ വാചകം അത് ഹന്നയെ അവൾ ഒരുപാട് എൻകറേജ് ചെയ്തു. അവളുടെ കണ്ണുനീര് മാറി, സങ്കടം മാറി. തിരുവചനം പറയും, പിന്നീട് ഒരു നാളും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. നമ്മുടെ ഈഗോ കുറെ മാറിയാൽ തന്നെ നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യെസ്, പ്രതിസന്ധികളെ നിങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രതിസന്ധികളിൽ നിങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക, കർത്താവിനോട് കൂടെ നടക്കാൻ നോക്കുക, കർത്താവിൻ്റെ വചനം മുറുകെ പിടിക്കുക, അവൻ്റെ പ്രോമിസ് ക്ലെയിം ചെയ്യുക. മൂന്നാമത് അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു. നമ്മുടെ കുടുംബത്തിൽ നിന്നും പ്രാർത്ഥനയുണ്ടാകണം. ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങരുത്. നിങ്ങൾ അമേരിക്കയിലാണെങ്കിലും, യൂറോപ്പിലാണെങ്കിലും, ഓസ്ട്രേലിയയിലാണെങ്കിലും, ആഫ്രിക്കയിലാണെങ്കിലും, നിങ്ങൾ ഇന്ത്യയിലാണെങ്കിലും, കേരളത്തിൽ എവിടെ ഇരുന്ന് ലോകത്തിന് ഏത് ദിക്കിലെഴുതി വചനം കേട്ടാലും, നിങ്ങൾ ഏത് ഭൂഖണ്ഡത്തിലാണെങ്കിലും പ്രാർത്ഥന മുടക്കരുത്. കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്. ഡിഫറെൻറ്റ് സിറ്റുവേഷൻ, ഡിഫറെൻറ്റ് ജോലികളിലൊക്കെ നിങ്ങൾ കഴിയുന്നത്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, എങ്കിലും എല്ലാ ദിവസവും കുടുംബത്തിൽ പ്രാർത്ഥിക്കണം, ഒന്നിച്ചു പ്രാർത്ഥിക്കുക. കുടുംബങ്ങളെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യും, കർത്താവ് സംരക്ഷിക്കും. അങ്ങനെ പങ്കുവെച്ച് സ്നേഹത്തിൽ, വചനത്തിൽ, കൃപയിൽ വളരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള കൃപയും അഭിഷേകവും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ധാരാളമായി പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നിരന്തരമായി പരിപാലനയും ആശംസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേകർക്ക് ഇതിന് ലിങ്കുകൾ അയച്ചു കൊടുക്കണം. അത് വലിയൊരു പ്രേക്ഷിത വിലയാണ്. അങ്ങനെ എളിയ ശുശ്രൂഷകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമേൻ.